ഹായ് ഫ്രണ്ട്സ്, ഞാൻ അർജുൻ. അപ്പം നമ്മൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് റെഡ്മിയുടെയും ഷവോമിയുടെയൊക്കെ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് ഇയർഫോൺ കിട്ടുമെന്നാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്ന ഈ ഇയർഫോണാണ് ഞാൻ ഫ്രീ ആയിട്ട് എങ്ങനെ നിങ്ങൾക്ക് കിട്ടുമെന്നാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നോക്കുക, ഇത് ഒരു 399 രൂപ പ്രൈസുള്ളൊരു ഇയർഫോണാണ്. അപ്പോൾ നിങ്ങളുടെ റെഡ്മിയുടെ ഫോൺ ആദ്യമേ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അകത്ത് ആപ്പിൻ്റെ ഗ്രൂപ്പ് സെഷൻ്റെ അകത്ത് ഗെറ്റ് ആപ്സ് എന്ന് പറഞ്ഞൊരു ആപ്പ് കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും റെഡ്മിയുടെ ഫോൺ നോക്കിയാൽ ഈ ആപ്പ് കിട്ടുള്ളൂ. ഈ ആപ്പ് അവരുടെ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ളൊരു ആപ്പാണ്. അപ്പോൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും സൈഡിലായിട്ട് നമ്മുടെ പ്രൊഫൈലിൻ്റെ അടുത്ത് തന്നെ ഏൺ മണി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഏൺ മണി എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. അവർ എങ്ങനെ കുറേ കോയിൻസ് കളക്ട് ചെയ്യാൻ പറയും. കോയിൻസ് കളക്ട് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഓരോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ടിപ്പോൾ ഞാൻ ഞെക്കുന്ന പോലെ ഡെയിലി കയറിയിട്ട് ഇതുപോലെ ഞെക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു 10,000 കോയിൻ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ MIയുടെ ഈ 399 ഇയർഫോൺ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കൂപ്പൺ കോഡ് വഴി കിട്ടും. അപ്പോൾ ഞാൻ ഞെക്കുമ്പോൾ കാണാം എനിക്ക് എൻ്റെ കൂപ്പൺ കോഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 399 ഇയർഫോൺ എനിക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇവരുടെ MIയുടെ സ്റ്റോറിൽ നിന്ന് വാങ്ങാം. ഇത് ഈ കോയിൻ ഉപയോഗിച്ച് ഇത് മാത്രമല്ല, ഒരു 20,000 കോയിൻ നിങ്ങൾ നേടുവാണെങ്കിൽ നിങ്ങൾക്ക് പവർ ബാങ്കൊക്കെ ഓർഡർ ചെയ്യാം. അത് ഫ്രീ ആയിട്ട് 1 രൂപ പോലും കൊടുക്കേണ്ട, നിങ്ങളുടെ ഡെലിവറി ചാർജ് ഉൾപ്പെടെ ഫ്രീ ആണിത്. അപ്പം ഈ പവർ ബാങ്കിനൊക്കെ നേടുവാണെങ്കിൽ നിങ്ങൾ ഒരുപാട് സമയം എടുത്ത് കോയിൻ ഉണ്ടാക്കണം. അപ്പോൾ ഇത് തന്നെ 3-4 മാസം 2 മാസം കണ്ട് എടുത്താണ് ഞാൻ എനിക്ക് ഈ ഇയർഫോൺ കിട്ടിയത്. നമ്മൾ ഡെയിലി ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇയർഫോൺ കിട്ടും. അപ്പോൾ സ്റ്റോർ കയറി വാങ്ങണേ ഞാൻ അവസാനം ഓർഡർ ചെയ്തിട്ടുള്ള വീഡിയോ കാണിച്ചു തരാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓർഡർ ഡീറ്റെയിൽസൊന്നും കാണിച്ചില്ല. എൻ്റെ അഡ്രസ്സും കാര്യങ്ങളും ഫോൺ നമ്പറൊക്കെ ഉണ്ട്, അതുകൊണ്ട് അതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അല്ലാതെ ഞാനിപ്പോൾ ഓർഡർ ചെയ്ത ഡീറ്റെയിൽസ് നിങ്ങൾ കാണിച്ചു തരാവുന്നതാണ്. ഓർഡർ ചെയ്ത് എനിക്കിപ്പോൾ ഇയർഫോൺ ഓർഡർ ആയിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ടോട്ടൽ പ്രൈസ് നോക്കി അറിയാൻ പറ്റും. 0 റുപ്പീസാണ് എനിക്ക് ചിലവായിട്ടുള്ള, 1 രൂപ ആയിട്ടില്ല. അപ്പോൾ പ്രോഡക്റ്റ് എനിക്കിത് വന്നിട്ടുമുണ്ട്. ഞാനിത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടുള്ളൊരു പാക്കേജ് അൺബോക്സിംഗ് ആണ്. കാരണം അന്ന് പെട്ടെന്ന് വരില്ല, ഒരു 3 ദിവസം 4 ദിവസം കഴിഞ്ഞിട്ട് ഈ പ്രോഡക്റ്റ് വരുള്ളൂ. അപ്പോൾ ഈ ഇയർഫോണെ പറ്റി പറയുവാണെങ്കിൽ ഈ ഇയർഫോൺ അത്യാവശ്യം അവരുടെ ബഡ്ജറ്റ് സെഗ്മെൻറ്റിലുള്ള ഏറ്റവും നല്ലൊരു ഇയർഫോണാണ്. അത്യാവശ്യം പ്രൈസ് വെച്ച് നോക്കുവായാലും നമുക്ക് ഈ ഇയർഫോൺ വരുന്നത് മെറ്റൽ ഇയർഫോണാണ്. 2 ഇയർ സൈഡും മെറ്റലാണ് വരുന്നത്, പ്ലാസ്റ്റിക് അല്ല. അതുപോലെ നല്ല ബാസും നല്ല ട്രിബിളൊക്കെ ഉള്ളൊരു ഇയർഫോണാണ്. ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ ഇയർഫോൺ കിട്ടണ ഇയർഫോണാണ്. നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് അഷ്യൂർഡ് ആയിട്ടുള്ള ഇയർഫോൺ വാങ്ങാവുന്നേ ഉള്ളൂ. ഇപ്പോഴും അഷ്യൂർഡ് ആയിട്ട് ഫ്ലിപ്കാർട്ടിൽ കിടപ്പുണ്ട്. അതൊരു 399-400 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. ഇപ്പോഴും ഈ ഇയർഫോണിൻ്റെ ഒറിജിനലിൻ്റെ വില കേട്ടോ. ഇതിൻ്റെ കോപ്പിയും കടകളിൽ കിട്ടും. അപ്പോൾ നിങ്ങൾ ഒറിജിനൽ തന്നെ വാങ്ങുക. അപ്പോൾ ഞാനിപ്പോൾ പാക്കേജ് അൺബോക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ കൂടെ ഷവോമിയുടെ തന്നെ ഡെലിവറി പാക്കേജാണ്. കാരണം ഇതൊരു വേറൊരു കമ്പനിക്കും ഡെലിവറി പാക്കേജ് ഇപ്പോൾ ഞാൻ പൊട്ടിച്ച സമയത്തുള്ള കൂടെ ഒരിക്കലും വേറൊരു കമ്പനിക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം അത് ഷവോമിയുടെ മാത്രം ഡെലിവറി പാക്കേജാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഞാൻ പറ്റിക്കാനിട്ടേക്കണ വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഷവോമിയുടെ കൂടെ ഒരു ഓറഞ്ച് കളറിലാണ് ഡെലിവറി പാക്കേജ് തന്നെ. അപ്പം ഇപ്പോൾ ഇയർഫോൺ ഞാനിത് അൺബോക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ഇയർഫോണാണ്. ഒരു 2 പെയർ ഇയർബഡ്സും നമുക്ക് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് അവർ തരുന്നുണ്ട്. അതുപോലെ ഇതിന് കംപ്ലൈൻ്റ് ഇല്ല. അതുപോലെ L ഷേപ്പ് ഹെഡ്ഫോൺ ജാക്കാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കണേ. അതുപോലെ മൈക്കായാലും നല്ല ക്ലാരിറ്റി ഉണ്ട്. അത്യാവശ്യം നല്ല ലൈഫുള്ളൊരു ഇയർഫോണാണ്. ഞാൻ ഇയർഫോണിൻ്റെ ഒരുപാട് റിവ്യൂ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ നോക്കി അറിയാൻ പറ്റും. ഇപ്പോൾ ഇയർഫോൺ ഒരുപാട് ഉപയോഗിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഇയർഫോണാണ് റെക്കമെൻഡ് ചെയ്യുള്ളൂ. ഷവോമിയുടെ ഇയർഫോൺ അത്യാവശ്യം നിങ്ങൾക്ക് നല്ല ലൈഫ് കിട്ടും, അത്യാവശ്യം കംപ്ലൈൻറ്റ് കുറവാണ്, നല്ല ക്ലാരിറ്റി കിട്ടും. മൈക്കിനൊക്കെ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. സൗണ്ട് ആയാലും ക്രിസ്റ്റൽ ക്ലിയറാണ്. അത്യാവശ്യം നല്ല ഈ ഒരു വിലയ്ക്ക് ഇത്ര നല്ലൊരു ഇയർഫോൺ ക്വാളിറ്റിയുള്ള ഇയർഫോൺ ബ്രാൻഡഡ് ആയിട്ട് കിട്ടാൻ തീരെ പാടാണ്. അപ്പം ബ്രാൻഡഡ് ആയിട്ടുള്ളതിൽ ഏറ്റവും നല്ലൊരു ഇയർഫോൺ ഷവോമിയുടെ എന്ന് ഞാൻ പറയുള്ളൂ. ബോട്ടിൻ്റെ ഒക്കെ ഞാൻ ഒരുപാട് ഉപയോഗിച്ച് നോക്കിയായിരുന്നു, പക്ഷേ ഷവോമിയാണ് ഈ വിലയ്ക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ റിയൽമി എന്ന് പറഞ്ഞാൽ വേറെ കമ്പനി ഇപ്പോൾ ഈ ഇടയ്ക്ക് ഉണ്ട്, അവരുടെ ഇയർഫോണും നല്ലതാണ്. അപ്പോൾ ഷവോമിയുടെ ഇയർഫോണാണ് എനിക്ക് കുറച്ചുകൂടെ ഒരു കംഫർട്ടബിളായിട്ട് നമുക്ക് ചെവി എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് ഈ ഇയർഫോൺ ഒന്ന് വാങ്ങാൻ കിട്ടുമെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആപ്പിൽ ഏൺ മണി കൊടുത്തു കഴിഞ്ഞാൽ അതിപ്പോൾ ഷവോമിയുടെ ഫോൺ ആവണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ഒപ്പോയുടെ വിവോയുടെ മിക്ക ഫോണുകളിലും ഇങ്ങനെ ചില ആപ്പ് ഉണ്ട്, അവരത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ വേറെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ ആപ്പ് ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഒരു ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഇയർഫോൺ വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബും സപ്പോർട്ടൊക്കെ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ അടുത്ത വീഡിയോ കാണാം. ബൈ ഗൈസ്.